ഏവർക്കും എമ്മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. കാർഷിക വ്യവസായ മേഖലയ്ക്ക് പ്രാധാന്യം നൽകി കൂടാളി പഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് വൈസ് പ്രസിഡന്റ് KC നിജില അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് E സജീവൻ അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖലയ്ക്ക് ഈ സാമ്പത്തിക വർഷം ഏറെ പദ്ധതികളാണ് പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. നെല്ല്, തെങ്ങ്, കുരുമുളക്, പച്ചക്കറി കൃഷി പ്രോത്സാഹനം തുടങ്ങിയവ നടപ്പിലാക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയെ കൂടി ഉപയോഗപ്പെടുത്തി പച്ചക്കറി ക്ലസ്റ്ററുകൾക്ക് പ്രാമുഖ്യം നൽകും. കുടുംബശ്രീ CDS മുൻകൈ JLG ഗ്രൂപ്പുകൾ രൂപീകരിച്ച് സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കും. നല്ല ഇനം വിത്തുകൾ, നടീൽ വസ്തുക്കൾ എന്നിവ നൽകിയും പച്ചക്കറി സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാൻ അടുക്കള തോട്ടങ്ങൾ പ്രോത്സാഹിപ്പിക്കും പ്രവർത്തിക്കും. കൂടാളി ചില്ലി എന്ന ആശയത്തിൽ ഗ്രൂപ്പുകൾക്ക് സഹായം നൽകി മുളക് ഉൽപ്പന്നങ്ങൾ ഒരു ബ്രാൻഡായി മാർക്കറ്റിൽ ഇറക്കാൻ കഴിയും വിധം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. 33,58,280 കോടി രൂപ വരവും 32,39,43,080 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. അസിസ്റ്റന്റ് സെക്രട്ടറി KV ഷംന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ M ഷൈന, P ദിബിൻ, N ഷിനു, അംഗങ്ങളായ KC പ്രതാപചന്ദ്രൻ, K മനോജ്, ജിതിൻ കൊളപ്പ, നാജിയ എന്നിവർ സംസാരിച്ചു. 20-അംഗ ഭരണസമിതിയിൽ 8 UDF അംഗങ്ങൾ ബജറ്റ് നിരാശാജനകമെന്ന് അറിയിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ അദാനിയെ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും പല പദ്ധതികളും നടത്തുന്നതുപോലെ കേരള സർക്കാർ ഊരാളുകൾ സൊസൈറ്റി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് GIS മാപ്പിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് 35 ലക്ഷം രൂപ ഊരാളുകൾ സൊസൈറ്റിക്ക് നൽകിക്കൊണ്ടുള്ള ഈ ബജറ്റ് അതിന് മകുടോദാഹരണമായിട്ട് വിലയിരുത്താം. അതുകൊണ്ട് തന്നെ ഈ ഒരു ബഡ്ജറ്റിനെ ഞാൻ എതിർക്കുകയാണ്. നമുക്കറിയാം, ബഡ്ജറ്റ് കേൾക്കാൻ നല്ല സൗകര്യത്തോടെ കേട്ടു. എല്ലാ ഭാഗത്തും തൊട്ട് തലോടിക്കൊണ്ട് പോയി എന്നല്ലാണ്ട് കാര്യമായി നമുക്കറിയാം, ഒരു സ്കൂളിൽ, ഗവൺമെന്റ് സ്കൂൾ, പ്രൈവറ്റ് സ്കൂൾ, ഒരു സ്കൂളിന് പോലും ഒരു 6 ലക്ഷത്തിന്റെ പൈസ വെച്ചാൽ പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ ഗവൺമെന്റ് സ്കൂളുകൾ ഇന്നുള്ളത്. അത് പല റോഡുകളും എല്ലാത്തിലും ചെറിയ രീതിയിൽ തൊട്ട് തലോടിക്കൊണ്ട് പോയി എന്നല്ലാണ്ട് കാര്യമായ രീതിയിൽ നടന്നിട്ടില്ല. അതുപോലെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഒരുപാട് ഫണ്ടുകളുണ്ട്, അതിനൊന്നും കാര്യമായി ശ്രദ്ധിച്ചിട്ടുമില്ല. ശരിക്കും MP ഫണ്ടൊക്കെ നമുക്ക് വരാനുണ്ട് ഇവിടെ, അതൊന്നും കാര്യമായി ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വികസന പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരാണ് വഴികാട്ടിയെന്നും പദ്ധതികളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് E സജീവൻ പറഞ്ഞു. നമ്മുടെ ആവശ്യകതയും അതുപോലെ തന്നെ അതിനെ ലഭ്യമായ ഫണ്ട് സംബന്ധിച്ചുള്ള അന്തരം എല്ലാ കാലത്തും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ ആവശ്യങ്ങളും ഒരേ ഘട്ടത്തിൽ നിർവഹിച്ചു മുന്നോട്ട് പോകാൻ ഏതെങ്കിലും ഒരു ഭരണസമിതിക്കും സാധ്യമാവുന്നതല്ല. അത് വരും വർഷങ്ങളിൽ ഓരോ മേഖലയിലും ഉള്ള പ്രവർത്തനങ്ങൾ വരും വർഷങ്ങളിൽ നമുക്ക് ഏറ്റെടുത്തുകൊണ്ടു അതിനകത്ത് മുൻഗണനയാണ് പ്രധാനമെന്ന നിലയിൽ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇതിന്റെ ഭാഗമായിട്ട് ബഡ്ജറ്റിനകത്ത് ഞങ്ങൾ ഇതിനകത്ത് വിഭാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. പദ്ധതിക്കകത്ത് ബഡ്ജറ്റിനകത്ത് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് മുന്നോട്ട് പോകുന്നത്. നെൽകൃഷി വികസനത്തിന് 9 ലക്ഷം രൂപയും തെങ്ങ് കൃഷിക്ക് 13.60 ലക്ഷവും പച്ചക്കറി കൃഷി പ്രോത്സാഹനത്തിന് 7 ലക്ഷം, കൂടാളി ചില്ലി 3 ലക്ഷം, കുരുമുളക് കൃഷി 1.5 ലക്ഷം, ഇടവിള കിറ്റ് വിതരണം 3.5 ലക്ഷം എന്നിങ്ങനെയാണ് നീക്കിവെച്ചിട്ടുള്ളത്. എള്ള് കൃഷിക്ക് 50,000 രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി ഇനത്തിൽ 11.7 ലക്ഷം രൂപ നീക്കിവെച്ചു. ക്ഷീരസംഘം മുഖേന വിതരണം ചെയ്യുന്ന കാലിത്തീറ്റയ്ക്ക് സബ്സിഡി നൽകുന്നതിനായി 7.4 ലക്ഷം രൂപ നീക്കിവെച്ചു. കറവ പശു വിതരണത്തിന് 10 ലക്ഷം രൂപയും പെണ്ണാട് വിതരണത്തിന് 9 ലക്ഷവും മുട്ടക്കോഴി വിതരണത്തിന് 2.2 ലക്ഷം രൂപയും ധാതു ലവണ മിശ്രിതം വിതരണം ചെയ്യുന്നതിന് 2 ലക്ഷം, മൃഗാശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങാൻ 5 ലക്ഷം എന്നിങ്ങനെയും നീക്കിവെച്ചിട്ടുണ്ട്. പ്രവാസികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി പ്രവാസികൾക്ക് സ്വയം തൊഴിൽ സംരംഭത്തിനായി 2.5 ലക്ഷം രൂപ, കാർഷിക വിപണന പ്രദർശന മേളയ്ക്ക് 2 ലക്ഷം രൂപ, ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പും ഭത്തയും നൽകുന്നതിനായി 18 ലക്ഷം രൂപ, ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രോണിക് വീൽ ചെയർ നൽകുന്നതിന് 2.5 ലക്ഷം, വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണത്തിന് 4.35 ലക്ഷവും, വയോജന കലാ കായികമേളയ്ക്ക് 50,000 രൂപയും, വയോജന പരിപാലന കേന്ദ്രങ്ങൾക്ക് കെയർ ടേക്കർമാരെ നിയമിക്കാൻ 1.8 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞ ടോപ്പ് എത്തിയപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. എന്ത് രസമായിട്ടാ ഒക്കെ ഒരുക്കിയിരിക്കണേ. ഷോറൂം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, സിമ്പിൾ ആൻഡ് എലഗന്റ്. കറക്റ്റ്.
അവിടുത്തെ ഓരോ ആഭരണങ്ങളും പോലെ അല്ലേ അല്ലേ അമ്മ? അപ്പോ മോൾക്ക് മൊത്തത്തിലങ്ങ് ഇഷ്ടമായിന്നാണ് അർത്ഥം അല്ലേ? എന്തോ ഒരു സംശയം. ടോപ്കോ എനിക്ക് ടോട്ടലി ഇഷ്ടമായി. മാത്രമല്ല അവരുടെ കസ്റ്റമർ അപ്രോച്ച്, ഇറ്റ്സ് റിയലി കമൻഡബിൾ. ടോപ്കോ ജ്വല്ലറി, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.